Hello friends, welcome to Ishan N Spices. Ishan's birthday part-3 ആണ് ഇന്ന്. സോ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു ടൊഡി ഷോപ്പിലാണ്. കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടുള്ള കുമരകത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൊഡി ഷോപ്പിലാണ്. ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എബിൻ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് യൂട്യൂബറിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനായപ്പോഴത്തേക്ക് ഇഷാൻ എണീറ്റ് ഫുഡൊക്കെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് അത്രത്തോളം നല്ല ഫുഡായിരുന്നു. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും, അതായത് പുറത്ത് നല്ലൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു. പക്ഷേ ടൊഡിയുടെ കാര്യത്തിൽ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയില്ല. മേ ബി എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതിനേക്കാളും നമ്മുടെ കോക്കോ വേറെ എന്തെങ്കിലും ഒരു കാർബണേറ്റഡ് വാട്ടർ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. സോ ഫുഡിൻ്റെ ബാക്കി റിവ്യൂസൊക്കെ ഞാനിതിൻ്റെ ത്രൂ ഔട്ട് ദ വീഡിയോസ് ബാക്കി പറയാം. സോ അത് കഴിഞ്ഞിട്ടൊരു 11:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്ത് പോയി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുറത്ത് പോയി ഫുഡ് വാങ്ങുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് എന്തൊക്കെ വാങ്ങി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അതും ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ആഡ് ചെയ്യാം. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എല്ലാവർക്കും അറിയാലോ, ഒരുപാട് കരഞ്ഞതുകൊണ്ടും ഞങ്ങളുടെ പ്ലാനിങ് എല്ലാം ഫ്ലോപ്പായത് കാരണം അവനെ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുപ്പിച്ച് അവൻ്റെ ഒരു സമയത്തിന് നമ്മൾ കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളതിലും അവൻ ഒരുപാട് ടെൻഷൻ ആക്കരുതെന്നുള്ളതിൽ ഞങ്ങൾ ഒരുപാട് കോൺഷ്യസ് ആയിരുന്നു. സോ അതുകൊണ്ട് അവൻ നന്നായിട്ട് ഉറങ്ങി അവനൊന്ന് റിലാക്സ് ആയതിന് ശേഷമായിരുന്നു ഞങ്ങളിങ്ങനെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയത് തന്നെ. കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ബർത്ത്ഡേക്കുള്ള പ്രിപ്പറേഷനാണ്. ഇത് രാത്രി 11:30 ഈശു ഹായ്. ഈശുവിന് ബലൂൺ അങ്ങനെ ഞങ്ങളിത് റെഡി ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബലൂണൊക്കെ വാരി വിതലിട്ടിക്കുക. അവന് ഇഷ്ടപ്പെട്ട സീനിൽ അങ്ങനെ അതിൻ്റെ കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ പറയാം. അതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ചെറിയൊരു റൂം കൊടുക്കാൻ തരാം. റൂം അത്യാവശ്യം എല്ലാം കൊള്ളാം. നല്ല റൂമാണ്. നമുക്ക് ഡ്രസ്സ് വയ്ക്കേണ്ട കബോർഡ്, അങ്ങനത്തെ സാധനങ്ങൾ കുഴപ്പമില്ല. നല്ല ബാത്റൂമാണ്. നമ്മൾ എല്ലായിടത്തും ഉള്ളത് കവറ്, വെസ്റ്റേൺ ടോയ്ലറ്റ്, നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത്. ബെഡ് ഞങ്ങൾ കിടന്നിട്ട് അങ്ങനെ ഇട്ടത് കൊണ്ടാണ്. അത്യാവശ്യം നല്ല റൂമാണ്. ഇതെങ്ങനെ റൂമിൽ നിന്ന് നമ്മളിങ്ങനെ വെളിയിൽ പോകുമ്പോൾ നീ വേണ്ടോ ഫുൾ കായലാണ്, ബ്ലാക്ക് സൈഡാണ്. ബലൂൺ കുറേ ആയി. നമ്മുടെ എണ്ണ അടുത്തെല്ലാം താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ബലൂൺ ഇത്തവണ അവൻ്റെ ബർത്ത്ഡേക്ക് തോന്നി സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ട് അങ്ങനെയൊന്നും, അതായത് ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. സോ ഞങ്ങളിലുള്ള തിങ്സ് വെച്ച് ആ LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് പെട്ടെന്നായിട്ട് ഞങ്ങളവിടെ നിന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയായിരുന്നു. കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇഷാൻ്റെ ഹാപ്പി ബർത്ത്ഡേ കേക്ക്, സ്ട്രോബെറി കേക്ക്. മക്കൾ ഒരുങ്ങ്, സൂപ്പറായിട്ടിരിക്കല്ലേ മക്കൾ, സൂപ്പറായിട്ടിരിക്കല്ലേ ഒരുങ്ങ്. Happy birthday to you. Happy birthday, Isha. Happy birthday to you. Yo. Yay! Super ah? Nah. Happy birthday to you. Happy birthday to you. Surprise.
മക്കള് സർപ്രൈസാ. മക്കൾ ഓപ്പൺ ചെയ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നു, അവനിങ്ങനെ 10 സർപ്രൈസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സർപ്രൈസ് ബോക്സ് എന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ റെഡിയായി നിൽക്കുമായിരുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും തന്നെ അവൻ അത് മഗ്ഗാണ് ഓപ്പൺ ചെയ്യാൻ പോണത്. മഗ് എന്ന് പറയും. അത് എനിക്ക് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ അവൻ മഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ അത് യൂസ് ചെയ്ത് ഞാൻ കേൾക്കണത്. അതൊന്ന് ശ്രദ്ധിക്കണേ. ഓപ്പൺ ചെയ്. അതാര്? ഇതാര് മോനെ? സർപ്രൈസ്. ഓപ്പൺ ഓപ്പൺ. അതെന്തോന്ന് മക്കളെ? ഇതെന്തോന്ന്? ഇതെന്തോന്ന്? ഹ്യൂമൻ ബോഡി പാർട്ട്. അത് അടിക്കേ, കവർ അടിക്കുക അതിന്റെ പുറത്തുള്ള. ഇഷാൻ ഇഷാൻ കണ്ണ് കണ്ണവിടെ കാണിരുന്നോ കൊണ്ട്. മൂക്ക് എവിടെ? മൂക്ക് മൂക്കില് മൂക്കില് കല്ലൊന്ന്. മൂക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിവിടെ വയ്ക്കാൻ പറ്റി. ചപ്പാത്തി, ചിക്കൻ പൊള്ളിച്ചത്, കക്ക. ഇതൊക്കെ നല്ല സാധനം. ചിക്കൻ, ബീഫ്, നല്ല സ്ഥലമാണ് ഇത്. പിന്നെ കാര്യം പെപ്സി, വാട്ടർ, പിന്നെ ചിക്കൻ്റെ കറി, ഇത് ചമ്മന്തി കറി, സാമ്പാർ, ചിക്കൻ കറി. ബർത്ത്ഡേ ബോയ്, ഹാപ്പി ബർത്ത്ഡേ. ഇതായിരുന്നു നമ്മൾ നേരത്തെ കാണിച്ച ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഫുഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു. അതായത് ഈ രാത്രിയിലും അവർ നല്ലതായിട്ടുള്ള ഫുഡ് തരണം എന്നത്, അതായത് ഈ ക്വാളിറ്റിയിൽ ഫുഡ് തരണം എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തോന്നി. നന്നായിട്ട്, അതായത് പീസ്ഫുള്ളായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. സോ ഇനി നാളെ വേറെ കുറേ യാത്രകളും സ്ഥലങ്ങളിലൊക്കെ പോയി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് വീഡിയോ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. Ishway!